വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 8th സെമസ്റ്റർ റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഡെഫിനിഷൻ, ആപ്ലിക്കേഷൻ, വേരിയസ് ടേംസ് യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? അതിനെ ഡാറ്റ എന്നും പറയുന്നുണ്ട്. എക്സ്പെരിമെൻറ്റ്സ്, റെക്കോർഡ്, സർവേ എന്നൊക്കെയാണ് ഈ ഡാറ്റയെ കളക്ട് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ്റെ കളക്ഷൻ, ടാബുലേഷൻ, ഇൻ്റർപ്രിട്ടേഷനൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന അപ്ലൈഡ് മാത്തമാറ്റിക്സിൻ്റെ ബ്രാഞ്ചാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഇൻവോൾവ്സ് കളക്ഷൻ, ടാബുലേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ. ന്യൂമറിക്കൽ ഡാറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സയൻസിൻ്റെ ബ്രാഞ്ചും ടൂളൊക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിനെ ബയോളജിക്കൽ പ്രോബ്ലത്തിലോട്ട് അപ്ലൈ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? മീനിങ് റിസൾട്ട് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് ബയോസ്റ്റാറ്റിക്സ് എന്ന് പറയാം. ബയോമെട്രി എന്നും പറയുന്നുണ്ട്. മെഷർമെൻറ്റ് ഓഫ് ലൈഫ് എന്നാണ് അർത്ഥം. ഈ ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്റ്റഡ് ഡാറ്റേൻ്റെ ആവറേജ്, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക, രണ്ട് സെറ്റ് ഓഫ് ഡാറ്റേനെ തമ്മിൽ കമ്പയർ ചെയ്യുക, ഡാറ്റയിൽ നിന്ന് കൺക്ലൂഷൻസ് അല്ലെങ്കിൽ റിസൾട്ട്സ് ഒക്കെ കണ്ടുപിടിക്കുക, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ കണ്ടുപിടിക്കുക, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോ റിലേഷൻ ഡിറ്റർമിൻ ചെയ്യുക, പ്രസൻറ്റ് റിസൾട്ട് ഇൻ ടാബുലർ ഓർ ഡയഗ്രമാറ്റിക് ഫോം. ഇത്രയും യൂസസ് ആണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സിന് ഉള്ളത്. ഈ ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സ്പെഷ്യൽ ടേംസ് ആണ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് പബ്ലിക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, മെഡിസിൻ, സ്റ്റഡി, ഡിഫക്ട്സ്, ഇഞ്ചുറീസ്, ഡിസീസ്, ഡ്രഗ് എഫിക്കസി, സെറം അനാലിസിസ്, ട്രീറ്റ്മെൻറ്റ് ഔട്ട്കംസ്, ഇതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഇത് പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്നതാണ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഈ ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെയിൻ സ്പെഷ്യൽ ആയിട്ടുള്ള 3 ടേംസ് ആണ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്, മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി വേരിയസ് ടേം ഇൻവോൾവ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ടേംസ് ഫസ്റ്റ് വൺ ആണ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഷെയർ ചെയ്യുന്ന ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ ടോട്ടാലിറ്റീനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുക. സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ സെലക്റ്റഡ് ഫോർ സ്റ്റഡി. ആ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് പേര് നമ്മൾ ആ സ്റ്റഡി പർപ്പസിന് വേണ്ടി സെലക്ട് ചെയ്യുന്നതിനെയാണ് അവരെയാണ് സാമ്പിൾ എന്ന് പറയാം. പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ മെഷർമെൻറ്റിനെയാണ് പാരാമീറ്റർ എന്ന് പറയാം. സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഓർ മെഷർമെൻറ്റ് ഡിസ്ക്രൈബിങ് എ സാമ്പിൾ, അതിനെയാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് പോപ്പുലേഷൻ പാരാമീറ്റർ. മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിളിന് ഒരു വാല്യൂ അസൈൻ ചെയ്യാവുന്ന സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് മെഷർമെൻറ്റ് എന്ന് പറയുക. ന്യൂ ഇൻഫോർമേഷൻ, ഏത് ഒബ്ജക്റ്റിനെയാണോ മെഷർ ചെയ്യണത് ആ ഒബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള പുതിയ ഇൻഫോർമേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ, സാമ്പിൾ, പാരാമീറ്റർ, സ്റ്റാറ്റിസ്റ്റിക്, മെഷർമെൻറ്റ്, ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. അടുത്തത് ഡാറ്റ. ആ സ്റ്റഡിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സാമ്പിൾ അല്ലെങ്കിൽ പോപ്പുലേഷനിൽ അവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള റോ ഫാക്ട് ഫിഗേഴ്സിനൊക്കെയാണ് ഡാറ്റ എന്ന് പറയുക. ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിളിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ ഇൻഫോർമേഷനെയാണ് ഒബ്സർവേഷൻസ് എന്ന് പറയുക. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓർ സാമ്പിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഓർ ക്ലാസിഫൈഡ്, അതിനെയാണ് വേരിയബിൾസ് എന്ന് പറയുക. എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാൻഡ് ആക്ടിവിറ്റി, അതിനെയാണ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇലമെൻറ്റ് അല്ലെങ്കിൽ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോപ്പുലേഷനിലോ അല്ലെങ്കിൽ സാമ്പിളിലോ ഇൻവോൾവ് ചെയ്യുന്ന ആ സ്പെസിഫിക് പേഴ്സൺ, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇവൻറ്റിനെയാണ് ഇലമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ 10 ടേംസ് നമ്മളിപ്പോൾ നോക്കി: പോപ്പുലേഷൻ, സാമ്പിൾ, പാരാമീറ്റർ, സ്റ്റാറ്റിസ്റ്റിക്, മെഷർമെൻറ്റ്, ഡാറ്റ, ഒബ്സർവേഷൻ, വേരിയബിൾസ്, എക്സ്പെരിമെൻറ്റ്, ഇലമെൻറ്റ് ഓർ മെമ്പർ. അടുത്തതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് നോക്കാം. അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുന്നതെന്ന് നോക്കാം. നോർമൽ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ എന്താണ് നോർമൽ, എന്താണ് ഹെൽത്തി എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബയോസ്റ്റാറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡിറ്റർമിൻ ലിമിറ്റ്സ് ഓഫ് നോർമാലിറ്റി ഫോർ വേരിയബിൾസ് ലൈക്ക് വെയ്റ്റ്, പൾസ് ആൻഡ് റേറ്റ്.
ഫൈൻ കോറിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ ഡിറ്റർമിൻ ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. ഇതൊക്കെ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ വരുന്ന ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഫാർമക്കോളജിയിലാണെങ്കിൽ ഒരു ഡ്രഗിൻ്റെ ആക്ഷൻ ഇവാലുവേറ്റ് ചെയ്യുക, ഡിഫറെൻറ്റ് ഡ്രഗ്സ് അല്ലെങ്കിൽ ഡോസേജസിൻ്റെ ആക്ഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുക, ഒരു പുതിയ ഡ്രഗ് സ്റ്റാൻഡേർഡ് ഡ്രഗിന് എഗെയിൻസ്റ്റ് അതിൻ്റെ റിലേറ്റീവ് പൊട്ടൻസി ഡിറ്റർമിൻ ചെയ്യാം. ഇതൊക്കെയാണ് ഫാർമക്കോളജിയിൽ വരുന്ന ആപ്ലിക്കേഷൻസ്. മെഡിസിനിൽ വരുന്നതാണെങ്കിൽ ഡ്രഗ്, ഓപ്പറേഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എഫിക്കസി കമ്പയർ ചെയ്യാം, ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള അസോസിയേഷനെ കണ്ടുപിടിക്കുക. എക്സാമ്പിൾ ക്യാൻസർ ആൻഡ് സ്മോക്കിംഗ്. അവർ തമ്മിൽ എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്തെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഡിസീസിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ആസസ് യൂസ്ഫുൾനെസ് ഓഫ് സെറ ആൻഡ് വാക്സിൻസ്. ഇതിനൊക്കെ മെഡിസിനിൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലിക്കബിൾ ആണ്. അടുത്തത് ക്ലിനിക്കൽ മെഡിസിനിലാണ്. ഒരു ഡിസീസിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി ഡോക്യുമെൻ്റ് ചെയ്യാൻ, ക്ലിനിക്കൽ സ്റ്റഡീസ് പ്ലാൻ ചെയ്ത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നോർമൽ അല്ലെങ്കിൽ അബ്നോർമൽ കണ്ടീഷൻസിനെ ഡിഫൈൻ ചെയ്യാൻ മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ മെറിറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ക്ലിനിക്കൽ മെഡിസിനിൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രിവെൻറ്റീവ് മെഡിസിനിലാണെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ എ കമ്മ്യൂണിറ്റി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അണ്ടർലൈയിങ് ഇൽ ഹെൽത്തിൻ്റെ ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെൽത്ത് പ്രോഗ്രാംസിൻ്റെ സക്സസ് ആണോ ഫെയിലിയർ ആണോ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും, ഹെൽത്ത് ലെജിസ്ലേഷൻ പ്രോഗ്രാംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനൊക്കെ പ്രിവെൻറ്റീവ് മെഡിസിനിൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് പ്ലാനിംഗ് ആൻഡ് ഇവാലുവേഷൻ. പബ്ലിക് ഹെൽത്ത് പ്ലാനിങ്ങിലും ഡാറ്റ കളക്ഷൻ അനാലിസിസിലൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. വാലിഡ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഹെൽത്ത് സിറ്റുവേഷൻ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഡാറ്റയെ പ്രോപ്പറായിട്ട് സമ്മറൈസ് ചെയ്യും ഇൻ്റർപ്രിറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് പ്രോഗ്രാംസിൻ്റെ സക്സസും ഫെയിലിയറും ഇവാലുവേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ബയോടെക്നോളജിയിൽ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയൊക്കെ ജനറ്റിക് മോഡിഫിക്കേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ജീൻ തെറാപ്പി, മെഡിസിൻ ഓർ ഡ്രഗ് മാനുഫാക്ചറിങ്, റീപ്രൊഡക്റ്റീവ് തെറാപ്പി, എനർജി പ്രൊഡക്ഷനിലൊക്കെ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആപ്ലിക്കബിൾ ആണ്. കമ്മ്യൂണിറ്റി മെഡിസിൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്. എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പോപ്പുലേഷൻസ് തമ്മിലുള്ള ഡിഫറൻസസ് കമ്പയർ ചെയ്യുക, മോർബിഡിറ്റി മോർട്ടാലിറ്റി മെഷർ ചെയ്യുക, പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജെനറ്റിക്സിലാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഹ്യൂമൻ സ്റ്റഡീസിലൊക്കെ അപ്ലൈ ചെയ്യുക. എക്സാമ്പിളാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് സീക്വൻസിങ്. അടുത്തത് ന്യൂട്രീഷനിൽ DNA, RNA, പ്രോട്ടീൻ ആൻഡ് ലോ മോളിക്കുലാർ വെയ്റ്റ് മെറ്റബോളൈറ്റ്സിനെയൊക്കെ അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡെൻ്റൽ സയൻസിനാണെങ്കിൽ ഓറൽ ഹെൽത്ത് സ്റ്റഡീസിൽ രണ്ട് ഗ്രൂപ്പ്സ് തമ്മിലുള്ള മീൻ വാല്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഡെൻ്റൽ കെയർ ഫെസിലിറ്റീസിൻ്റെ അവൈലബിലിറ്റിയും യൂട്ടിലൈസേഷൻ ആസസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. എൻവയോൺമെൻറ്റൽ സയൻസിലും ഇത് ഒരുപാട് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, യൂസസ് ഓഫ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, സ്പെഷ്യൽ ടേംസ് ഇൻ ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, വേരിയസ് ടേംസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ പോപ്പുലേഷൻ, സാമ്പിൾ, പാരാമീറ്റർ, സ്റ്റാറ്റിസ്റ്റിക്, മെഷർമെൻറ്റ്, ഡാറ്റ, ഒബ്സർവേഷൻ, വേരിയബിൾ, എക്സ്പെരിമെൻറ്റ്, എലമെൻറ്റ് ഓർ മെമ്പേഴ്സ്. അടുത്തത് ആപ്ലിക്കേഷൻസ് ഓഫ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.